ആഗോള വിശ്വാസി സമൂഹം ഭക്തി നിർഭരമായ വിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ത്യാഗനിർഭരമായ ദിനരാത്രങ്ങളിലൂടെ 27 ദിനരാത്രങ്ങൾ പിന്നിട്ടിരിക്കുന്നു. വ്രതാനുഷ്ഠാനം ഇന്ന് എല്ലാ മത സമൂഹങ്ങൾക്കിടയിലും സാർവത്രികമായ ഒന്നായി മാറിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് പറയുന്നത്, അല്ലയോ വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായിരിക്കുവാനായിട്ടാണ് ഇത് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ പല സംഭവങ്ങളും പിന്നീട് പിൽക്കാലത്തുള്ള ശാസ്ത്ര ചരിത്ര സംഭവങ്ങളിലൂടെ മനസ്സിലാക്കപ്പെട്ടതുപോലെ അവയൊക്കെ തന്നെയും യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതുപോലെ വിശുദ്ധ ഖുർആൻ്റെ വ്രതാനുഷ്ഠാനത്തെ സംബന്ധിച്ച പരാമർശവും ശരിക്കും യാഥാർത്ഥ്യമാണ് എന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപുള്ളവർക്കിടയിൽ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ എന്ന പ്രയോഗം തികച്ചും അർത്ഥപൂർണമായ ഒന്നാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, 4000 വർഷങ്ങൾക്ക് മുമ്പുള്ള ജൂതമത വിശ്വാസികൾ, അതൊരു ഇസ്ലാം പോലെ തന്നെ ഒരു സെമിറ്റിക് മതവിഭാഗത്തിൽപ്പെട്ട ജൂതമതത്തിൽ യോം കിപ്പൂർ എന്ന വ്രതാനുഷ്ഠാനമാണ് അവർ അനുഷ്ഠിച്ചു വന്നിരുന്നത്. അതായത് ഒരു അസ്തമനം മുതൽ മറ്റൊരു അസ്തമനം വരെയും ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് ധ്യാനനിമഗ്നരായിരിക്കുന്ന ഒരു വ്രതാനുഷ്ഠാന രീതിയാണ് യോം കിപ്പൂർ. ഈ സമയത്ത് അവരെല്ലാ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും പൂർണ്ണമായും ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം വന്ന സെമിറ്റിക് മതമായിട്ടുള്ള ക്രൈസ്തവ മതത്തെ നമ്മൾ പരിശോധിക്കുമ്പോഴും വിവിധ രൂപത്തിലുള്ള വ്രതാനുഷ്ഠാനം അവർക്കിടയിൽ കാണാവുന്നതാണ്. ഈസ്റ്ററിന് മുമ്പായുള്ള വലിയ നോമ്പും ചെറിയ നോമ്പും 50 ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതാനുഷ്ഠാനമൊക്കെ അവർക്കിടയിലുണ്ട്. അതൊക്കെ ഇസ്ലാം വിഭാവന ചെയ്തിട്ടുള്ള മുസ്ലിം മതവിശ്വാസികൾ അനുധാവനം ചെയ്യുന്ന വ്രതാനുഷ്ഠാനത്തിൽ നിന്നും വ്യത്യസ്തമായ വ്രതാനുഷ്ഠാനമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ജൈനമത വിശ്വാസികൾ പിന്തുടരുന്ന വ്രതാനുഷ്ഠാനവും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. ജൈനമതം വിശ്വാസികളുടെ വ്രതാനുഷ്ഠാനം സുപ്രീം കോടതി വരെ കയറിയിട്ടുണ്ട് എന്നും നമുക്കറിയാവുന്നതാണ്. ജൈനമത വിശ്വാസികൾ തങ്ങളുടെ വാർദ്ധക്യത്തിലോ അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴോ മരുന്നും ഭക്ഷണവും പാനീയവും ഒന്നും കഴിക്കാതെ മരണം വരെയും നോമ്പനുഷ്ഠിക്കുന്ന ഒരു രീതിയാണ് ശരിക്കും സല്ലേഖനം എന്നറിയപ്പെടുന്നത്. ആ സല്ലേഖനം എന്ന ഈ വ്രതാനുഷ്ഠാനം രാജസ്ഥാൻ ഹൈക്കോടതി 2015 അത് നിരോധിക്കുകയും തുടർന്ന് സുപ്രീം കോടതി അത് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന നിലയിൽ അത് പുനഃസ്ഥാപിക്കുകയുമാണ് ഉണ്ടായത്. ഇങ്ങ് ഹൈന്ദവ മതത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, വൈവിധ്യമാർന്ന നിരവധി വ്രതാനുഷ്ഠാന രീതികൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ഒരു വിഭാഗമാണ് ഹൈന്ദവ മതവിശ്വാസികൾ. വിവിധ തരത്തിലുള്ള ഏകാദശി നോമ്പും അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ശിവരാത്രി നോമ്പും അതുപോലെ നവരാത്രി നോമ്പും ഒക്കെ ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ ഉണ്ട്. നവരാത്രി നോമ്പ് 9 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന നോമ്പാണ്. 9 ദൈവങ്ങൾക്കായി സമർപ്പിക്കപ്പെടുന്ന നവഭാവങ്ങളിലൂടെ പോകുന്ന ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ 9 ദിവസത്തെ നോമ്പ് അനുഷ്ഠിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ് എന്നത് അടിവരയിടുന്നതാണ് നമ്മുടെ എല്ലാം പൂർവ്വവേദങ്ങളും പൂർവ്വ സംസ്കാരങ്ങളും പൂർവ്വ മതങ്ങളും എന്നത് ഇവിടെ നാം മനസ്സിലാക്കുന്നു. അതേസമയം വിശുദ്ധ ഖുർആൻ മറ്റൊന്നുകൂടി പറഞ്ഞു. ഈ വ്രതാനുഷ്ഠാനത്തിൻ്റെ മൗലികമായ ആവശ്യം, മൗലികമായ തേട്ടം എന്ന് പറയുന്നത് നാം സൂക്ഷ്മത ഉള്ളവരായിരിക്കുവാനാണ്. ഒരു മതവിശ്വാസി തങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ, അനുഷ്ഠാനകർമ്മങ്ങൾ കൃത്യമായി നിർവഹിക്കുമ്പോൾ അവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ, ജീവിക്കുന്ന സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടിൽ തൻ്റെ സഹജീവികളോട്, താൻ ജീവിക്കുന്ന സമൂഹത്തിനോട്, താൻ ജീവിക്കുന്ന സാഹചര്യങ്ങളോട് നീതിയുക്തമായി ഇടപെടാൻ കൂടി നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. അവ ക്ഷമാപൂർവം സഹനതയോടുകൂടി നാം അത് സ്വീകരിക്കുവാൻ തയ്യാറാവേണ്ടതായിട്ടുണ്ട്.